നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ബംഗ്ലാദേശിൽ നടന്ന പ്രക്ഷോഭത്തെ തുടർന്ന് നടത്തിയ തന്റെ മുൻ അഭിപ്രായത്തിൽ നിന്നും മലക്കം മറിഞ്ഞ് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. അനവധി തവണ എംപിയും ഒരു തവണ കേന്ദ്രമന്ത്രിയുമായ തന്നെ ആരും പഠിപ്പിക്കേണ്ട എന്നായിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വരെ മമതയുടെ നിലപാട്. എന്നാൽ ഷെയ്ഖ് ഹസീന സ്ഥാനഭ്രംഷ്ടയായതോടുകൂടി അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ് മമത. ഈ പണി തന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്ന് മനസ്സിലാക്കുകയും കേന്ദ്രത്തിന്റെ മുന്നിൽ സാഷ്ടാംഗം വീഴുകയും ചെയ്തിരിക്കുകയാണ് മമതാ ബാനർജി എന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത്. കേന്ദ്രം പറയുന്ന എന്തും ചെയ്യാമെന്നും പ്രശ്നമുണ്ടാക്കാതിരിക്കാൻ സഹായിക്കണമെന്നും അഭ്യർത്ഥിക്കുകയാണ് മമതാ ബാനർജി. ബംഗ്ലാദേശിൽ സംവരണ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ കത്തിപ്പടർന്നപ്പോൾ അതിന്റെ ഇടയിൽ ചെന്ന് പരമാവധി കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിച്ചയാളാണ് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. ബംഗ്ലാദേശിൽ വിദ്യാർത്ഥി പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ പൗരന്മാരെ ഇന്ത്യയിലേക്ക്, അതായത് പശ്ചിമ ബംഗാളിലേക്ക് സ്വാഗതം ചെയ്യുന്നത് പോലും മമതാ ബാനർജിയുടെ ഭാഗത്തു നിന്നുണ്ടായി. ബംഗാളിൽ മമതാ ബാനർജിയുടെ പ്രധാന വോട്ട് ബാങ്ക് മുസ്ലിങ്ങളാണ്. അതും ബംഗാൾ വിഭജനത്തെ തുടർന്ന് പശ്ചിമ ബംഗാളിലേക്ക് വന്ന അനധികൃത മുസ്ലിങ്ങൾ. ഇവർക്ക് നിയമവിരുദ്ധമായി റേഷൻ കാർഡും മറ്റും തിരിച്ചറിയൽ കാർഡും രേഖകളും നൽകി ഇന്ത്യൻ പൗരന്മാരാക്കിയാണ് ബംഗാളിൽ തന്റെ വോട്ട് ബാങ്ക് മമതാ ബാനർജി നിലനിർത്തിയത്. ബംഗ്ലാദേശിൽ കലാപം നടക്കുമ്പോൾ കുറെ കൂടി ഇത്തരത്തിലുള്ള അനധികൃത വോട്ടുകൾ ബംഗാളിലേക്ക് വരും എന്നായിരുന്നു മമത പ്രതീക്ഷിച്ചത്. എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് ഷെയ്ഖ് ഹസീന രാജിവെച്ചത്. 45 മിനിറ്റിനുള്ളിൽ രാജ്യം വിട്ടു പോയിരിക്കണം എന്ന് അവിടുത്തെ പട്ടാളം ഷെയ്ഖ് ഹസീനയ്ക്ക് അന്ത്യശാസനം നൽകുകയായിരുന്നു. ഇത് മമതാ ബാനർജിയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. സ്വന്തമായി സൈന്യവും വലിയ പാർട്ടി പിന്തുണയുമുള്ള ഷെയ്ഖ് ഹസീനയ്ക്ക് ഇത് സംഭവിക്കാമെങ്കിൽ തന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് സ്വാഭാവികമായി അവർ ചിന്തിച്ചിരിക്കണം. അതോടൊപ്പമാണ് ബംഗ്ലാദേശിൽ നിന്ന് ന്യൂനപക്ഷമായ ഹിന്ദുക്കൾക്കെതിരെ നടക്കുന്ന ആക്രമണ പരമ്പരകൾ. തൽക്കാലം ഇന്ത്യയിൽ അടങ്ങി ഒതുങ്ങി നിൽക്കുന്ന മുസ്ലിം ന്യൂനപക്ഷം അവർക്ക് ശക്തിയുള്ള പശ്ചിമ ബംഗാൾ പോലെയുള്ള ഒരു സ്ഥലത്ത് ഒരവസരം കിട്ടിയാൽ എന്തായിരിക്കും ചെയ്യുക എന്നതിന്റെ കൃത്യമായ സൂചനയാണ് ബംഗ്ലാദേശ് നൽകുന്നത്. ഇത് മമതാ ബാനർജി മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും ഏറ്റവും കുറഞ്ഞത് ബംഗാളിലെ ഹിന്ദുക്കളെങ്കിലും മനസ്സിലാക്കിയേക്കും എന്ന ഭയം അവരെ പിടികൂടിയിട്ടുണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതേസമയം മുൻ സാഹചര്യം അല്ല ഇപ്പോൾ ബംഗ്ലാദേശിൽ നിലനിൽക്കുന്നതെന്നും ഇനി അവിടെ നിന്നും ബംഗാളിലേക്ക് പലായനം ഉണ്ടാവുകയാണെങ്കിൽ അത് ഹിന്ദുക്കളായിരിക്കുമെന്നും ഇപ്പോൾ മമതാ ബാനർജിക്ക് അറിയാം. ഹിന്ദുക്കളെ കൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നത് BJPക്ക് ആയിരിക്കും. അതും അവരുടെ മനംമാറ്റത്തിന് ഒരു പ്രധാന കാരണമായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.